അങ്ങനെ ഇന്ന് 5 മണിക്ക് എണീറ്റിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് 5:15 ആയിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി നോക്കാൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇന്നലെ 3 പാഠം ഏകദേശം പഠിച്ചിരുന്നു. ആലോൽക്കൻസും പിന്നെ ഏതൊക്കെ സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രി നോക്കിയിരുന്നു. അതും ഒന്ന് റിവൈസ് ചെയ്യാണ്ടൊന്ന്. പിന്നെ പറയുകയാണെങ്കിൽ ഫോൺ സ്റ്റാൻഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നല്ല രീതിയിലുള്ള പേടിയുണ്ട് ഇവിടെ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ടോന്ന്. കാരണം അടിയത്തെ ഇത് മൊത്തം പൊട്ടി. ഒന്ന് പൊട്ടിയപ്പോൾ ദേഷ്യം പിടിച്ച് മൊത്തം ഞാൻ പൊട്ടിച്ചാഞ്ഞ് അങ്ങനെയൊക്കെ ഡേഞ്ചറായിരുന്നു. പിന്നെ ഗൈസ്ക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെക്കൻഡ് ചാനൽ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സ്കൂൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് അല്ലാത്ത വീഡിയോസാണ് അതിൽ കിട്ടുന്നത്. ഇപ്പോൾ തന്നെ കുറച്ച് ഓൾറെഡി വീഡിയോസ് കിട്ടും, നല്ല ഉപകാരപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കയറി വെക്കുക. കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ് ഒന്ന് ബുക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നാൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. A4 അതൊക്കെ ചെയ്യാണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിരുത്തിയിരുന്നു. അന്ന് ടൈമിലിരുന്നു, പക്ഷെ എന്നാലും എഴുതിയെടുത്തോണ്ട് ഇപ്പോൾ ഉപകാരമായി. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസറൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുക. ഒരു കിട്ടില്ലെങ്കിൽ ആൻസർ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. കഴിയുമോ നോക്കാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം നേരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രൈപോഡ്, പുതിയ ട്രൈപോഡിന് ഓർഡർ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് വരുന്നതാണ് പറഞ്ഞത്. അതിനോടാണ് ഇന്ന് ഈ സ്റ്റഡി വ്ളോഗ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പൊട്ടിയ ട്രൈപോഡ് വെച്ചാൽ എത്ര നേരം എടുക്കാനാണ്. പക്ഷെ ഇത് നമ്മളെ കൂടെ ഒരു കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ, മറക്കാൻ പറ്റില്ല. പൊട്ടിച്ചിട്ട് ഒരു ദേഷ്യം പിടിക്കാൻ അതിരില്ലേ. അപ്പോൾ എന്തായാലും തുടങ്ങാൻ നേരം. ഗൈസ് 5:45 നല്ല രീതിയിലുള്ള ഉറക്കം വരുന്നുണ്ട്. കാരണം 5 മണിക്കൊക്കെ എണീറ്റ് ഞാൻ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്തിട്ട് 5:45 5:30 ആവലുണ്ട്. അപ്പോഴാണ് എന്നിട്ട് നേരെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് പഠിക്കൽ. ഇന്ന് നീറ്റപ്പോൾ തന്നെ കുറച്ച് നേരം മുഖം കഴുകിയിട്ട് നേരെ പഠിക്കാൻ കണ്ടത്. നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. കാരണം വർക്കൗട്ടൊന്നും ചെയ്യാനുള്ള ടൈമില്ല. ഇനി സ്കൂളൊക്കെ കൂട്ടിയിട്ട് ചെയ്യാച്ച്. കാരണം ടൈം കിട്ടുന്നില്ല. അവിടെ പുറത്തൊക്കെ ഇട്ടത് കാരണം ഫോണത്തിൽ നേരെ ഡയറക്റ്റായിട്ട് വിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ്. ഇനി എന്തായാലും കുളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇനി ഉറങ്ങി വെറുതെ ഇവിടെ കിടന്ന് ഉറങ്ങി പോകും ഞാൻ അറിയാതെ. അതിന് നല്ല ടൈമുകളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നേരെ ഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ ഗൈസ് 6:05 ആയിട്ടുണ്ട്. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കുന്നത്, സൊല്യൂഷൻ തന്നെ. അത് കഴിഞ്ഞിട്ട് വേണം ഇലക്ട്രോ കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ആലോൽക്കൻസിൻ്റെ ആലോറൻസ് നോക്കാൻ. 1 കിലോ A4 വാങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്തായാലും തീർന്നുകൊണ്ടിരിക്കുമല്ലോ, പിന്നെ കൂടുതലല്ലോ, അത് വേറെ കാര്യം. എന്തായാലും നെവർ സ്റ്റോപ്പ് ഡൂയിങ് യുവർ ബെസ്റ്റ്. കാരണം കറണ്ടൊക്കെ ഫുൾ മോട്ടിവേഷനുള്ള കറണ്ടാണ് വാങ്ങി. നമ്മൾ നോക്കില്ല എന്നുള്ളൂ, വേറെ കാര്യം. എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യാൻ റിവിഷൻ പിന്നെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 8 മണി ആവാനായിട്ടുണ്ട്. എനിക്ക് പറയാൻ നല്ല ചടപ്പുണ്ട്. 6:45 ഞാൻ ആ സോഫയമൊക്കെ കിടന്നുറങ്ങി. അത്രയും നല്ല തണുപ്പായിരുന്നു. ഇതാണ് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴുള്ള കുഴപ്പം വരുന്നത്. രാവിലെ നീറ്റിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ പഠിക്കുക. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താ അറിയില്ല, ഇപ്പോൾ നല്ല രീതിയിലില്ല. ഇനിയിപ്പോൾ ഞാൻ നൈറ്റ് തന്നെ ഇരിക്കേണ്ടിയിരുന്നെനിക്ക് തോന്നുന്നത്. അറിയില്ല, ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി. ഇതും കൊണ്ട് പഠിക്കാൻ വെച്ചിട്ട് അവിടെ പോയതായിരുന്നു. അവിടെ പോയി മെല്ലെ ഉറങ്ങിപ്പോയി. 8 മണിയായിപ്പോയുള്ളൂ. 1.25 മണിക്കൂർ. അടുത്ത ഫിഷ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പം പല്ലൊക്കെ തേച്ച് മണിയാകുമ്പോൾ അടുത്ത 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങുക. ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏതിന് ആൽക്കഹോൾസും, പിന്നെ ഇത് 2ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ഡി ബ്ലോക്കും, 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണുള്ളത്. ഈ 3 ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും പല്ല് വെച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം ചാടിച്ചിട്ട്. അപ്പോൾ കൈ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡി ബ്ലോക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞു, 20 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡി ബ്ലോക്ക് നോക്കട്ടെ. അത് എത്തിയിട്ട് ഫോൺ സ്റ്റാൻഡും വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ നേരെ തുടങ്ങണം. ഡി ബ്ലോക്ക് എനിക്ക് ആ പാഠം ഒന്നുകൂടി വീഡിയോ കാണുന്നുണ്ട്, അതിനോണ്ട് തന്നെ ആ വീഡിയോ കണ്ടു പഠിക്കണം. അപ്പോൾ ഗൈസ് 9:35 ആയപ്പോഴത്തിന് ഇതവിടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. 3 സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ഇതിലൊന്നും. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ സെക്കൻഡ് ചാനൽ വരും. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 10 മണി ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള 1ാമത്തെ ഐറ്റം. അത് ഇത്ര വലിപ്പമുണ്ട് ഫോൺ സ്റ്റാൻഡ്. മറ്റേ പൊട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു.
രണ്ടാമത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഐറ്റം ഇതാണ് മൈക്ക്. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. മൈക്കൊക്കെ തീരെ വില. അതിൻ്റെ അൺബോക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. മൂന്നാമത്തെ പ്രോഡക്റ്റ് സെക്കൻഡ് ചാനലിൽ കാണാൻ നിങ്ങൾക്ക്. മൂന്നാമത്തെ പ്രോഡക്റ്റ് അതിൽ മാത്രം അൺബോക്സിൻ്റെ വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ചാനലൊക്കെ എല്ലാവരും കയറി വെക്കുക, സപ്പോർട്ടൊക്കെ ചെയ്യാം. അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇനി നേരെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യട്ടെ. Keep running faster and faster. I don't know where we're after, yeah. We keep up with disaster. I'm thinking that they're after me. We're running like 1:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് D&F ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. അത് എത്രയാണുള്ളത്. ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ആയിട്ട് കുറേ റിയാക്ഷൻസും ഉണ്ടായില്ല. കുറേ കാണാപ്പാടം പഠിക്കാനാണ്. എനിക്ക് പണ്ടേ ഈ കാണാപ്പാടം പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഒന്നാമത് ഒരുമാതിരി ഉണ്ട്. ഇനി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഉണ്ടല്ലോ. ഇന്ന് ആൽഡിഹൈഡും ആൽക്കഹോൾസ് നോക്കാണ്ട് പിന്നെ കെമിക്കൽ കൈനറ്റിക്സാണ് വെച്ചത്. എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന അത്രയും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് വരണം. ഒരു 2 മണി 2:10 ആ ലെവലിലൊക്കെ വരും. ബ്രേക്ക് വേണം, മസ്റ്റാണ് ബ്രേക്ക്. 4 ദിവസം കിട്ടിയിട്ട് ഒന്നും ഉണ്ടാക്കാനില്ല. പിന്നെ കെമിസ്ട്രി എന്തായാലും പോകില്ല. ഫിസിക്സ് 1.5 ദിവസം കൊണ്ട് തന്നെ അത്ര ഉണ്ടാക്കാൻ ഞാൻ കെമിസ്ട്രി ഒക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടണം എന്നുള്ള വിശ്വാസത്തിലാണ്. എല്ലാവരും അങ്ങനെ പഠിക്കുന്ന സ്റ്റഡീസൊക്കെ അങ്ങനെ പോകുന്നൊക്കെ കമൻറ്റ് ഇടുക. എന്തായാലും ബ്രേക്കാണ്. ചോറ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഏകദേശം 2:10 ആയിട്ടുണ്ട്. 2:10 ആവാനുള്ള കാരണം 2:10 എന്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു തേങ്ങ കഷ്ണം കാണാം, 20 റുപ്യ കാണാം. 20 റുപ്യ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുപ്പിയൊക്കെ എടുക്കുന്ന ആൾക്കാരില്ലേ ടീംസ്, ഓല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുപ്പിയൊക്കെ വാങ്ങിയപ്പോൾ എനിക്കൊരു 20 റുപ്യ കിട്ടി. 100 റുപ്യ മൊത്തമായിട്ട് കിട്ടിയിരുന്നു. ആദ്യമാണ് ഫുള്ള് പെറുക്കിയത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കൊരു 20 റുപ്യ കിട്ടി. ലാഭക്കച്ചവടം എന്നല്ലെങ്കിലും നഷ്ടക്കച്ചവടം ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇനി എന്തായാലും തുടങ്ങാൻ പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഡിഹൈഡ്സ്, അതായത് പേര് നോക്കട്ടെ, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സാണ് തുടങ്ങാൻ പോണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷോർട്ട് നോട്ട്സൊക്കെ ഉപകാരം ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഫിസിക്സിന് എനിക്ക് വലുതായിട്ട് ഉപകാരപ്പെട്ടില്ല. കാരണം ആകത്തെ ദിവസമേ കിട്ടിയിട്ടുള്ളൂ ഫിസിക്സിന്. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരമൊന്നും കിട്ടിയിട്ടില്ല. കെമിസ്ട്രിക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ തുടങ്ങില്ല. ചോറിനായിട്ട് അധികം റെസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഒരു 2:20 തുടങ്ങും. നേരെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റെസ്റ്റ് മസ്റ്റ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിക്ക് ഏകദേശം എല്ലാ റിയേഷൻസും എഴുതി പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റുള്ള എല്ലാ റിയേഷൻസും എഴുതി പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി കുറച്ചും കൂടി നോക്കാണ്ട് 7ാം ചാപ്റ്ററിൽ. 7ാം ചാപ്റ്റർ അത്യാവശ്യം വലുതാണ്. 8ാം ചാപ്റ്ററിന് ഏറ്റവും വലുത്. നല്ല വെയിറ്റേജ് ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. ഞാൻ വെയിറ്റേജ് അത്യാവശ്യം നോക്കിയിട്ടില്ല. ഏകദേശം 7 വെയിറ്റേജ് ഉണ്ട് 7ാം പാഠത്തിന്. അപ്പോൾ ആദ്യത്തെ റിയേഷൻസ് അത്യാവശ്യം കുറേ എഴുതി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ D&F ബ്ലോക്ക് നോക്കിയിരുന്നു. കാരണം അതൊരു ചണ്ണി പാഠം തന്നെയാണ്. ഞാൻ കുറേ D ബ്ലോക്കിലാണെങ്കിൽ കുറേയും ഡിഗ്രീസസ്, ഫസ്റ്റ് ഡിഗ്രീസസ്, ദെൻ ഇൻക്രീസസ്, മറ്റേ ഇതൊക്കെ ഇല്ലേ, എന്താ അയോണൈസേഷൻ എനർജി, അതിൻ്റെ കോൺഫിഗറേഷൻ, അങ്ങനെ കുറേ ഉണ്ട്. D ബ്ലോക്ക് വലിയ വെയിറ്റേജ് ഉണ്ടോയെന്ന് അറിയില്ല, അത് നോക്കാണ്ട്. അപ്പോൾ അത്ര തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 6:15 ബ്രേക്ക് എടുക്കുക. എപ്പോഴേ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ ചാർജ് ചെയ്യാനാണ്. ഫോണിലാണ് ഞാൻ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നത്. ക്ലാസ് കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോൽക്കൻസിൻ്റെ കുറച്ച് നെയിം റിയേഷൻസിൻ്റെ ഒക്കെ, ഹലോൽക്കൻസ് ഇല്ല, ചാപ്റ്ററിൻ്റെ കുറച്ച് നെയിം റിയേഷൻസിൻ്റെ ഒക്കെ വീഡിയോ നോക്കിയിരുന്നു. കുറച്ചും കൂടി ഇതാകാൻ വേണ്ടിയിട്ട്, യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ ക്ലാസ് ഉണ്ട് ചാർജ് ചെയ്യാൻ എപ്പോഴേ പറയാണ്. പിന്നെ കുത്തിയിട്ടിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് 7:15 വരുള്ളൂ. 6:15 ബ്രേക്ക് എടുക്കാണ്. അപ്പോൾ എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഇതിലൊക്കെ കവറിലൊക്കെ ഇട്ടിട്ടാണ് നടത്താൻ പറഞ്ഞത്. വെറുതെ പൊടിയാവണ്ടല്ലോ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഗൈസ് രാത്രിയുള്ള ഫുഡാണ്. മീൻ കറി, മീൻ പൊരിച്ച്, കോര പൊരിച്ച്, ഇതിനെന്താ പറയുക, മാങ്ങയും അല്ല, ഇതിന് മത്തിയല്ല, മാന്തള് എന്തോ ഉപ്പിട്ട്, പിന്നെ മാങ്ങ എന്തോ ആക്കി, പിന്നെ മാങ്ങ അച്ചാറ്. ഇവിടെ മുട്ട വെന്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഹൈടെക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് ഇന്ന് മാത്രമേ ഉള്ളൂ അച്ഛമ്മ. അപ്പം എന്തായാലും നേരെ കണ്ട് ചോറ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ചോറ് കഴിഞ്ഞ് കറക്റ്റ് 7:00 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ക്ലാസ്സാണ് കാണാനുള്ളത്. അത് ഫോണിലാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹൈപ്പർ ലാബ്സിൽ വെക്കില്ല. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് വലിയൊരു സംഭവം. നമ്മൾ ഇതൊക്കെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞ് ഏകദേശം കെമിക്കൽ കൈനറ്റിക്സ് ഒരു 40 മിനിറ്റിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഹെഡ്സെറ്റ് ഒന്ന് കുത്തിയിട്ട് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ചാർജറാണെങ്കിൽ എവിടെ നോക്കിയിട്ടും കാണില്ല. എപ്പോഴും പിടിക്കാനായിട്ട് ഇതൊക്കെ എന്താണ് സംഭവം? ഇതും അതിൻ്റെ കൂടെ തന്നെ കിട്ടിയാണ്. ഇതാണ് ചാർജർ. ഇനി മറ്റേ ഇവിടെ കാണാൻ കഴിയും. സി ടൈപ്പ് അല്ല, മറ്റേ ചാർജർ തന്നെയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഒന്ന് കിട്ടി. എവിടെ തേങ്ങ അടിക്കാനായിട്ട് ഇവിടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ കുത്തിയിട്ടിട്ട് ആവണില്ല, ഇതിനും കയറില്ല. ഇവിടെ ഭ്രാന്തിച്ചിട്ട് ഇവിടെ മൊത്തം അലങ്കോലായി കിടക്കണതാണ്. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയണം. എന്താ അവസ്ഥയാണ് ഇതൊക്കെ? എത്ര ചാർജർ ഉണ്ടായിരുന്നു? ഒന്നും പോലും കാണുന്നില്ല. ഇത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇനിയിപ്പം ഇത് ഈ ക്ലാസ് ഉണ്ട്. ഇനിയിപ്പോൾ പഠിക്കാണ്ട് എഴുതി പഠിക്കണം കുറച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തന്നെ പഠിക്കുക. ഓർഗാനിക് ഇന്ന് രാവിലെ എടുത്ത് കുറച്ചും കൂടി പഠിക്കുക, അല്ലെങ്കിൽ DNF ബ്ലോക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പം കുറച്ച് നേരം ബ്രേക്ക് എടുക്കണതാണ്. എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ബ്രേക്ക് കുറച്ച് നീണ്ടുപോയി. 9:45 അല്ല 9:45 കഴിഞ്ഞിട്ടുണ്ട്. അതിനെ 3:45. ഇപ്പം ഞാൻ ഇവിടെ എല്ലായിടത്തും തപ്പിട്ടോ ചാർജർ. എല്ലായിടത്തും തപ്പി ഇങ്ങനെ അലങ്കോലാക്കിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതാണ്ട് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ചാർജർ. ഒന്ന് ഇതല്ല, ഒന്ന് ഈ വെള്ളിയും എവിടാ ഒന്ന് ഈ വെള്ളിയും ഇതിപ്പോൾ ഇത് കുത്തിയിട്ടിരിക്കുകയാണ്. ചാർജ് കയറുന്നുണ്ടോ? കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ തന്നെയാണ് അതിൽ കൂട്ടി അടച്ചതും. അതിൽ അടച്ചുകൊണ്ട് അതിൽ തന്നെ ഇരുന്നത്. അല്ലെങ്കിൽ ഞാൻ വെച്ച് 4 ചാർജർ കണ്ടിട്ട് എവിടെ പോയി ഭ്രാന്തിച്ചിട്ടൊക്കെ കൂടി അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്തൊക്കെ ആയിരുന്നു. ലാസ്റ്റ് കിട്ടിയോണ്ട് സമാധാനമായി. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ആ ഫുള്ള് കിട്ടുന്ന വരെ തിരഞ്ഞെടുക്കും. എനിക്ക് അങ്ങനെ ഒരു സീൻ ഉണ്ട്. എന്തെങ്കിലും പോയിട്ട് കിട്ടുന്ന വരെ തിരഞ്ഞെടുക്കും ഞാൻ. അപ്പോൾ എന്തായാലും ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണേ. ഇനി എന്താ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ കുറച്ചും കൂടി നോക്കിയിട്ട് DNF നോക്കണം. ചണ്ണിപ്പാടാം. ഞാനൊന്നും പറഞ്ഞിട്ട് DNFനെ പറ്റിയിട്ട്. ഇതൊക്കെ പിന്നെ നോക്കാം. ഓർഗാനിക്കും എങ്ങനെയെങ്കിലും നോക്കാം. DNFക്ക് എന്തൊക്കെ ആയിന് കുറേ ഉണ്ടായത്. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഈ ലൈറ്റിലാണ് പഠിക്കുന്നത്. ഈ ലൈറ്റിൽ ആണെയും ഇതിലാണ് പഠിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 11 മണി ആവാനായിട്ടുണ്ട്. 10:40 ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ക്ലാസ് നിർത്താനാണ്. ക്ലാസ്സിലെ പഠിത്തം നിർത്താനാണ്. കാരണം ഇനി എഡിറ്റ് കുറച്ച് ചെയ്യേണ്ട ഒരു എന്തായാലും ഒരു 11:15 ആവും തീരാൻ. തമ്പനയിലൊക്കെ റെഡിയാക്കാണ്ട്. അപ്പോൾ പിന്നെ എന്താ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം കുറച്ച് നേരം കെമിക്കൽ കൈനറ്റിക്സ് നോക്കി. ഈ കെമിസ്ട്രിയിൽ കുറേ ഉള്ളത് തിയറീസ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ചടപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആൽക്കഹോൾസ് ഫിനോൾസിൻ്റെ ഇത് നോക്കി. അതിലിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ എഴുതി വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി ചെയ്യാണ്ട് ഇനി നാളെ രാവിലെ നീറ്റ് ചെയ്യാൻ വിചാരിച്ച്. ഇല്ല അത് മൊത്തം ചെയ്ത് തീർക്കുമ്പോഴത്തേന് ഒരു സമയം ആവണയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ പ്ലാൻ എന്ന് പറയാനൊന്നും ഇല്ല. ഇന്നലെ ഒരു 3 പാഠം തീർത്ത്, ഇന്നൊരു 3 പാഠം തീർത്തിട്ടുണ്ട്. നല്ല രീതിയിലല്ലെങ്കിലും തീർത്തിട്ടുണ്ട് 3 പാഠം. ഇനി നാളെ ഒരു 3 പാഠം കൂടി തീർത്തിട്ട് ഞായറാഴ്ച മൊത്തം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തിങ്കളാഴ്ച പരീക്ഷയ്ക്ക് പോകണം എന്നാണ് എൻ്റെ പ്ലാന്. അങ്ങനെയൊക്കെ തന്നെയാണ് പ്ലാൻ. ഇത്രയൊക്കെ ചെറിയ പ്ലാൻ തന്നെയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സെക്കൻഡ് ചാനലും ജസ്റ്റ് ഒന്ന് കയറി വെക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോരുക. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ, സൈനിങ് ഓഫ്.